നമസ്കാരം. നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനം നിറയ്ക്കുന്നവനാണ് എന്നും ഗുരു. നമ്മുടെ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം. നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരെ വന്ദിക്കുന്നത് വളരെ ശ്രേയസ്കരവുമാണ്. നമ്മളിലുള്ള ഈശ്വരൻ്റെ അംശത്തെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. ആ ഗുരുവിനെ ആദരിക്കുന്നതിനു വേണ്ടിയാണ് ഗുരുപൂജ നടത്തിവരുന്നത്. ഗുരുപൂജയെ വിമർശിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാവാം. ഗുരുപൂജ നാടിൻ്റെ സംസ്കാരമാണ്. ഗുരുവിൻ്റെ പാദത്തിൽ പൂക്കൾ അർപ്പിക്കുന്നതാണ് ആ സംസ്കാരം. കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സംസ്കാരത്തിന് വർത്തമാനകാലത്ത് വലിയ എതിർപ്പ് ഉയർന്നു വന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ.വി. ബാബു ഞങ്ങൾക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ശ്രീ ആർ.വി. ബാബു, ഗുരുപൂജയും പാദപൂജയും വർഷങ്ങളോളമായി നമ്മുടെ നാട്ടിൽ നടന്നു വരാറുള്ളതാണ്. വിദ്യാനികേതൻ സ്കൂളുകളിലൊക്കെ അത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വലിയ എതിർപ്പാണ് വരുന്നത് ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന്. എന്താണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? ഈ ഗുരുപൂർണിമയോടനുബന്ധിച്ച് ഗുരുപൂജ ആഘോഷം എന്നുള്ളത് മുഴുവൻ ഭാരതത്തിലും നിലനിൽക്കുന്ന ഒരു ചടങ്ങാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഗുരുവിനെ പൂജിക്കുക, ഗുരുവിനെ വന്ദിക്കുക എന്നുള്ളത്. അത് വ്യാസപൂർണിമ ദിവസത്തിലാണ് നടക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭാരതീയരും ഈ ദിവസം അവരുടെ ഗുരുവിനെ ആരാധിക്കാനും പൂജിക്കാനും തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോ ഈ ദിവസം കേരളത്തിൽ ഇപ്പോൾ ഈ വിവാദത്തിന് കാരണമായിട്ടുള്ളത് കേരളത്തിലെ വിദ്യാനികേതൻ സ്കൂളുകളിൽ ഗുരുവിന്റെ പൂജ എന്നുള്ള നിലയ്ക്ക് ഗുരുവിന്റെ പാദം കഴുകിച്ച് ഗുരുപൂജ നടത്തി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ്. ഇപ്പൊ ഇത് വിവാദമാവാൻ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം 40 വർഷമായിട്ട് വിദ്യാനികേതൻ സ്കൂളുകളിൽ എല്ലാ വർഷവും ഗംഭീരമായിട്ട് നടന്നു വരുന്നൊരു ചടങ്ങാണിത്. ഇതിനു മുൻപും ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു വിവാദം, പ്രതിഷേധം ഇന്നുണ്ടാക്കിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഗൂഢലക്ഷ്യം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അത് ഒന്ന്, ഇവരുടെ കടുത്ത ഹിന്ദു വിരുദ്ധ മനോഭാവം, ഭാരതീയ സാംസ്കാരിക മാനബിന്ദുക്കളോടുള്ള ഇവരുടെ എക്കാലത്തെയും എതിർപ്പ്, ഈ ഭാരതീയ സംസ്കാരം ഭാരതീയ സംസ്കാരത്തോടുള്ള സംഘപരിവാർ സംഘടനകൾ പുലർത്തുന്ന ആഭിമുഖ്യം, ആ ആഭിമുഖ്യമാണ് ഇന്ത്യയിൽ സംഘപരിവാർ സംഘടനകൾക്ക് വലിയ തോതിലുള്ള മേൽക്കൈ കിട്ടാൻ കാരണം എന്ന ഒരു തോന്നൽ ഇവർക്കുണ്ട്. അപ്പൊ സംഘപരിവാറിനെ എതിർക്കണമെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ എതിർക്കണം. ഭാരതീയ സംസ്കാരം അപരിഷ്കൃതമാണ്, പ്രാകൃതമാണ്, അതിനെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് സംഘപരിവാർ. ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ ആണ് അവർ കൊണ്ടുവരുന്നതാണ് ഇവരുടെ ഒരു തന്ത്രം. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ എല്ലാ മാനബിന്ദുക്കളെയും അവർ എതിർക്കും. ഇപ്പൊ ഭാരതാംബ എന്നുള്ള സങ്കല്പം, ഭാരതമാത എന്ന സങ്കല്പത്തെ അവർ എതിർക്കുന്നു. ഗുരുപൂജ എന്നുള്ളതിനെ എതിർക്കുന്നു. അങ്ങനെ ഈ നമ്മുടെ നാടിന്റെ സാംസ്കാരിക മാനബിന്ദുക്കളോടെല്ലാം ഈ പറയുന്നവർക്ക് അങ്ങേയറ്റത്തെ വിദ്വേഷമാണ്. അവർ തരം കിട്ടുമ്പോഴൊക്കെ അതിനെ ആക്ഷേപിക്കും, അവഹേളിക്കും. ശ്രീ ആർ.വി. ബാബു, ഗുരുപൂജ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലേ? ഇപ്പൊ ഇത് വിവാദമാക്കുന്നതിന്റെ മറ്റൊരു കാര്യം, രാഷ്ട്രീയപരമായി കേരളം ഭരിക്കുന്ന ഭരണപക്ഷം, ഈ ഇടതുപക്ഷ സർക്കാർ എല്ലാ രംഗത്തും അമ്പെ പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. എല്ലാ രംഗത്തും അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം അങ്ങേറ്റം കലുഷിതമാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായിട്ട് കിടക്കുക. സർവകലാശാലകൾ സംഘർഷഭരിതമാണ്. ഇതെല്ലാം അവിടെയും ഈ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലല്ലോ വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗവർണറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം, അല്ലെങ്കിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം വിദ്യാർത്ഥികളുടെ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് RSSനെ എതിർക്കാനാണെന്നാണ് ഈ പറയുന്നത്. RSS നിയന്ത്രണങ്ങളിലുള്ള സ്കൂളുകളിൽ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുവെന്നാണ് വലിയ ആരോപണം. അങ്ങനെ ഉണ്ടോ?
RSS നിയന്ത്രണമുള്ള സ്കൂളുകളിൽ സ്ലീപ്പിംഗ് സെല്ല് എന്തിനാ? നേരെ മറ്റേ ഉണർന്നിരിക്കുന്ന സെല്ല് പോരെ? അവിടെ ഉണ്ടല്ലോ. അവിടെ RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ, ഇപ്പൊ വിദ്യാലയങ്ങളിലാണെങ്കിൽ ഈ പ്രവർത്തനം എന്താണെന്നുള്ളത് രഹസ്യമല്ലല്ലോ, പരസ്യമായിട്ടല്ലേ നടത്തുന്നത്. ഗുരുപൂജ നടത്തിയിരിക്കുന്നത് പരസ്യമായിട്ടാണ്. അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും പരസ്യമാണ്. അതിന് സ്ലീപ്പിംഗ് സെല്ലല്ല വേണ്ടത്. സ്ലീപ്പിംഗ് സെല്ലല്ല അത്. ശരിക്കും പറഞ്ഞാൽ എന്താ, തികച്ചും ഉണർന്നിരിക്കുന്ന സെല്ല് തന്നെയാണ്. സ്ലീപ്പല്ല, ഉണർന്നിരിക്കുന്ന സെല്ലാണ്. അതിനകത്ത് അതിൽ ആർക്കും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ വിദ്യാനികേതൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഭരണഘടനാദത്തമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകാനും ആ കുട്ടികൾക്ക് സംസ്കാരം പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള അവകാശം ഈ വിദ്യാലയങ്ങൾക്കുണ്ട്. അതിനെ തടയാനൊന്നും ഒരു സർക്കാരിനും സാധ്യമല്ല. അത് ഭരണഘടനാ അവകാശമാണ്. ഇവിടെ മറ്റു മതവിഭാഗങ്ങളുടെ വിദ്യാലയങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുള്ളതിനെ കുറിച്ച് ഇവർ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന രീതിയിൽ സർക്കാരിന്റെ സഹായത്തോടെ സർക്കാർ ഫണ്ട് ചെലവാക്കിക്കൊണ്ട് മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ക്ഷേമനിധി ബോർഡ് സർക്കാരിന്റെ ഫണ്ട് കൂടി ചെലവാക്കിയിട്ടല്ലേ മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഫണ്ട് കൂടി ചെലവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മദ്രസകളിലെ പഠനം എങ്ങനെയാണ് നടത്തുന്നത്? ആ പഠനം സയന്റിഫിക് ടെമ്പർ വളർത്തുന്നതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിലവിലെ പൊതുവിദ്യാഭ്യാസ സംസ്കാരത്തിനനുസൃതമായി? ഒരു മതസ്ഥാപനത്തില് ക്ഷേമനിധി ബോർഡ് ഒരു മതസ്ഥാപനം അങ്ങനെയാണെങ്കിൽ മറ്റു മതസ്ഥാപനങ്ങളിൽ അങ്ങനെയുണ്ടോ? എന്തുകൊണ്ടാണ് മദ്രസകളിൽ മാത്രം അങ്ങനെ കൊടുക്കുന്നത്? മറ്റു മതസ്ഥാപനങ്ങൾക്ക് എന്തേ ഇല്ല? ഇവിടെ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലുണ്ട്, ദേവസ്വം ബോർഡിൻ്റെതല്ലാത്ത പ്രൈവറ്റ് ക്ഷേത്രങ്ങളുടെ ജീവനക്കാരുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് ക്ഷേമനിധി ബോർഡ് സർക്കാർ ഏർപ്പെടുത്താറുണ്ട്. ഇത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങൾ കൊണ്ടുവരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ ഇപ്പൊ നിലവിൽ നമുക്കറിയാം ഇവർ അനാചാരമാണെന്ന് പറയുന്നു. എന്താണ് ഈ അനാചാരം? അധ്യാപകനെ പൂജിക്കുന്നത് അനാചാരമാണെന്നാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ മഹാന്മാരായിട്ടുള്ള ആളുകൾക്കും അവർക്ക് ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. എല്ലാ മഹാന്മാരും. നാരായണ ഗുരുദേവന് ഗുരു ഉണ്ടായിരുന്നു, അദ്ദേഹം ഗുരുവിനെ പൂജിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലെ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ, ശങ്കരന് ഗുരു ഉണ്ടായിരുന്നു, വിവേകാനന്ദന് ഗുരു ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അവരവരുടെ ഗുരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. ഗുരുക്കന്മാരെ അവരുടെ ജീവിതത്തിൽ വലിയ മാർഗദർശനം നൽകിക്കൊണ്ട് അവരുടെ ജീവിത വിജയത്തിന് കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഈ ഗുരുപൂജയും പാദപൂജയും ഒക്കെ സംസ്കാരശൂന്യമാണ്, അനാചാരമാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റു പല അനാചാരങ്ങളും ഇവിടെ നടക്കുന്നില്ലേ? സുന്നത്ത് പോലെയുള്ളതൊക്കെ ഇപ്പൊ സുന്നത്ത് നടക്കുന്നുണ്ട്. കുട്ടികളുടെ ബാലാവകാശത്തിന്റെ നഗ്നമായ ലംഘനമല്ലേ സുന്നത്ത്? അതെ, നഗ്നമായ ലംഘനമാണ്. എന്താണ് ഇവര് അതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഇവിടെ അധ്യാപകരെ പൂജിക്കുന്നത് അനാചാരമാണെന്ന് പറയുക. അത് നല്ല കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് അധ്യാപകരോട് സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം അധ്യാപകർക്കെതിരെ നിലനിൽക്കുന്ന ക്യാമ്പസുകളാണ് ഇപ്പൊ നിലവിൽ. പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന SFI ആണ്. SFIയുടെ ഈ പറയുന്ന രാക്ഷസ കോട്ടകൾ, രാവണൻ കോട്ടകളിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ എതിർക്കുന്നത്? കാരണം കുട്ടികളില് നല്ല കുട്ടികൾ ഈ പറയുന്ന മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഭക്തിയും ബഹുമാനത്തോടു കൂടിയുള്ള കുട്ടികൾ വളർന്നു വരുന്നത് SFI പോലുള്ള സംഘടനകളുടെ സ്ഥാപിത താല്പര്യത്തിന് എതിരാണ്. അവർക്ക് അധ്യാപകരെ തല്ലാൻ വേണ്ടി കുട്ടികളെ കിട്ടില്ല, അവർക്ക് ഫ്രീ സെക്സ് നടത്താൻ കുട്ടികളെ കിട്ടില്ല, അവർക്ക് മയക്കുമരുന്ന് ലോബിയിലേക്ക് ഈ കുട്ടികളെ കിട്ടില്ല, അവർക്ക് റാഗ് ചെയ്ത് സഹപാഠിയെ കൊല്ലാൻ ഈ കുട്ടികളെ കിട്ടില്ല. അപ്പൊ തങ്ങൾക്ക് ഈ തങ്ങളുടെ ലോബിയിലേക്ക് കുട്ടികളെ കിട്ടാതെ വരും ഇത്തരം സംസ്കാരത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികളാണ് വരുന്നതെങ്കിൽ ഇത് വലിയ നഷ്ടം ഉണ്ടാക്കും സംഘടനയ്ക്ക് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവർ ഈ സംഭവത്തെ എതിർക്കുന്നത്. ഇപ്പൊ നമുക്ക് SFI നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകളിലെ അധ്യയനത്തിന്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ സ്ത്രീ എന്താ? അവിടെ SFIയെ ഭയന്ന് ജീവിക്കുക. ഒരക്ഷരം മിണ്ടാൻ നിവൃത്തിയില്ല അവിടെയൊന്നും. പ്രിൻസിപ്പൾമാര്, അവിടുത്തെ അധ്യാപകര് ഒക്കെ
SFIയുടെ തിട്ടൂരനുസരിച്ച് ജീവിക്കേണ്ട സ്ഥിതിയാണ്. അവിടെ പവർഫുൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘടനയാണ്, അവരുടെ തിട്ടൂരാണ്. അതുകൊണ്ട് അവരുടെ താല്പര്യം അനുസരിച്ചിട്ടല്ലാതെ ഈ അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും അവിടെ പ്രവർത്തിക്കാനേ സാധ്യമല്ല. ഏത് സംസ്കാരമാണ് ഈ പിള്ളേർക്ക് പകർന്നു കൊടുക്കുന്നത്? കേരള വർമ്മ കോളേജ് അടക്കമുള്ള കോളേജുകളിൽ ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രം വരച്ചു വെക്കുന്നു പരസ്യമായി. അത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെച്ച് ആ സംസ്കാരം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംഘടനയാണിത്.